ഞാൻ വരുന്നപ്പോഴത്തെ സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. എന്റെ എല്ലാം മുത്തുമണിയൊക്കെ സുഖമല്ലേ? സാബിത്താക്കും സ്വന്തല്ലേ? നമ്മളൊന്നും മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഒരു പൗഡർ പോലും ഇട്ടിക്കൂല ഞാള്. അപ്പാട് ക്യാമറോണൊക്കെ വന്ന് ഇട്ടിരിക്കാം. എന്തോ ആട്ടത് ഇപ്പൊ ഇവിടെ വ്യാപാരം വരാനായിട്ട് നമ്മളിപ്പോ അവരോട് പറയാൻ വേണ്ടി പോകുന്നത്. അതും പറഞ്ഞിട്ടല്ല, എന്റെ മൂത്ത വരുമ്പോഴൊന്ന് റോസായിട്ട് ഞാൻ ആരും പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതെന്താ അതിനകത്ത് ഓനോടെല്ലാം അടങ്ങിപ്പിക്കാൻ. അപ്പൊ ഞാനും കേൾക്കാൻ, എവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചതും നിങ്ങളും ആഗ്രഹിച്ച കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരുപാട് ആൾക്കാർ നമ്മളെ യൂട്യൂബിൽ കൂടി ആയാലും കമന്റിൽ കൂടി ആയാലും ഞാൻ നേരിൽ കൂട്ടി പല ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാലും പാത്തൂന്റെ സംസാരം കേട്ടിട്ടും പിന്നെ ഇത്ര ദൂരം പറഞ്ഞിട്ടും എന്നോട് ചോദിക്കുന്നുണ്ട് പല ആൾക്കാരും. അതെന്താ റാബിത്ത ഇത്ര ദൂരത്തുനിന്ന് ഈ പാത്തു ഇവിടെ വന്നത്? പാത്തുവിന്റെ വീടിന്ന് ഇത്ര. ഞാൻ പറഞ്ഞു കൊല്ലം ജില്ലയിലാണ്, ഇത് നമ്മളെ വടകര കൊല്ലുണ്ട്. അല്ല കോഴിക്കോട് കൊല്ലേനും അതല്ല, കൊല്ലം ജില്ല ഇതായി പോയത്. പക്ഷെ കൊല്ലം ജില്ല എന്തുകൊണ്ടാണ് ഈ പാത്തു കൊല്ലം ജില്ലയിൽ ഇവിടെ വന്നത്, ഇവരെങ്ങനെയാണ് പിന്നെ ഈ പാത്തു ഇവിടെ എത്തിയത് എന്നൊക്കെ ഞങ്ങള് ഇവരോട് തന്നെ ചോദിക്കണം. ഞാൻ ഇതിനൊന്നും ആളല്ല. ഞാൻ എന്റെ നാട്ടിൽ വന്ന് പെണ്ണ് നോക്കണം, കല്യാണം കഴിക്കണം, കുറെ ആൾക്കാരെ വിളിക്കണം, അങ്ങനെയുള്ള സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്താണ്. അതാണ് എല്ലാ ചെലവും ചുരുക്കി തന്ന് എല്ലാം എളുപ്പമാക്കി തന്നു. അപ്പൊ നിങ്ങളെ ഈ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പ്രേമം, നിങ്ങൾ എങ്ങനെയാണ് സ്നേഹിച്ചത്? പിന്നെ ഇനി നാട്ടിലില്ലായിരുന്നു, ഇനി 3 കൊല്ലമായി ഗൾഫിൽ പോയിട്ട്. ഇപ്പൊ 3 കൊല്ലം കൊണ്ട് ഇനി നാട് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ പാത്തൂനെ കണ്ടത്? ഇതൊക്കെ എനിക്കും അറിയണം, എന്റെ മുത്തുമണികൾക്ക് അറിയണം. അല്ല, നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഇനി ഇവിടെ ഇല്ലേനല്ലോ. ഞങ്ങള് ഇൻസ്റ്റാഗ്രാം വഴിയാണ്, സോഷ്യൽ മീഡിയ വഴിയാണ്. സോഷ്യൽ മീഡിയ തന്നെയല്ലേ, ഇൻസ്റ്റാഗ്രാം കൂടിയാണ് കാണുന്നല്ലേ. ആരാണ് ആദ്യം പരിചയപ്പെട്ട്? ഫേക്ക് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേക്ക് അക്കൗണ്ട് എടുത്ത്. അപ്പൊ എനിക്ക് ആ ഒരു നെയിം, ഒരു ഇർഫാൻ എന്ന് പറയുന്ന പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇർഫാൻ എന്ന് പറഞ്ഞ പേര് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനകത്ത് ഫേക്ക് ഐഡിയിൽ ഇർഫാൻ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അല്ല, ഇർഫാൻ എന്ന പേര് ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഞാൻ ഇർഫാൻ എന്നൊരു ഐഡി കണ്ട്. അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്തു. സമയം പോണ്ടേ, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂം കുത്തിരിക്കുമ്പോ സമയം പോണ്ടേ. സമയം പോകുന്നതിന് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് പോയെന്നാ പറയുന്നത്. അങ്ങനത്തെ മൈൻഡ് ഒന്നുമില്ല. സ്വതവേ അങ്ങനെ കുട്ടികൾ അങ്ങനെ നോക്കാൻ പ്രേമിക്കലൊന്നുമില്ല. കോളേജിലെല്ലാം പോയാൽ എല്ലാ കുട്ടികളും ഫ്രണ്ട് മാറാണ്. ഇവിടെ ഒരുപാട് കുട്ടികളെല്ലാം വരും, നല്ല ഫ്രണ്ട് മാറാണ്. അങ്ങനത്തെ ചിന്ത വിചാരം ഇല്ലാത്ത ഒരാളാണ് ഇവൻ. അപ്പൊ എനിക്കും ഒരു അത്ഭുതമായി ആതിരി നൂറ് അവളെ കഥ എടുക്കട്ടെ, നിങ്ങളെ കഥ ഇവിടെ വന്നയാ. ഇവിടെ ആതിരി നൂറ് മറ്റേ യൂട്യൂബിൽ പോലല്ലേ, ഒരു 2 ആൾ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിച്ചു പോയാൽ ആതിരി നൂറ്. അന്ന് ഇവിടെ വീട്ടിൽ 2 പെൺകുട്ടികൾ വന്ന് ഫ്രണ്ട്സുമാര് അങ്ങനെ അത് വരൂ. കോളേജിൽ തന്നെ വരൂല. എല്ലാം കൂടി ഇപ്പൊ മൂട് പോകുന്നുണ്ട്. അന്ന് പണ്ടങ്ങ കോളേജിൽ നിന്ന് പിന്നെ 2 പെൺകുട്ടികളെ കൂട്ടി
പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം കലപ്പില് കോളേജിലെ കുട്ടികൾ ഇവിടെ വന്നിക്ക്. അതിപ്പോ ഞാൻ പറഞ്ഞുതരാം പാത്തു ഈ കഥ പറയാതെ നമ്മള് ആ, അങ്ങനെ അതിന് ആരാദ്യം കണ്ട് സമ്മതിക്കോ ആ, കഴിഞ്ഞ ആ, പറ. അതായത് ഫേക്ക് ഐഡി ഉണ്ടാക്കി Fake ID ഇൻസ്റ്റാഗ്രാമിലെത്തി ഇഷ്ടമാണ്. റീൽസ് ഇങ്ങനെ വരുമല്ലോ ആ. അപ്പൊ റീൽസ് ഇങ്ങനെ ഒരു സങ്കടമായാലും സന്തോഷമായാലും സാധനങ്ങളൊക്കെ വരും ആ, പുള്ളി. ആ. അപ്പൊ ഇത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇടാൻ പറ്റുന്നില്ല. ആ, ആ, ആ. അതുകൊണ്ട് ഞാൻ ഫേക്ക് ഐഡി ഉണ്ടാക്കി. ആണ്ടെ സ്വന്തം കൊണക്കാത്ത. വെറുതെ പിന്നെ അറിയാവുന്ന കണ്ടിട്ടില്ലല്ലോ. മുഖം കാണും. ആ ഞാൻ വായിക്കൊന്നും എഴുതി അങ്ങനെ ഞാൻ സേവിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഞാൻ ഈ കണ്ണ് കാണുന്ന സാധനത്തിൽ എനിക്ക് എന്താണ് അപ്പം തോന്നുന്നത്, സങ്കടമായാലും ശരി സന്തോഷമായാലും ശരി ലവ് ഫെയിലിയർ ആയാലും ശരി ജീവിതം മുടിഞ്ഞു പോയാലും ശരി എന്തായാലും ശരി എനിക്ക് ബാധിത്തൊന്നും ഞാൻ കമന്റ് ഇടും. അങ്ങനെ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഏതോ ഒരു കമന്റ് പാത്തു ഇഷ്ടപ്പെട്ടു. ആ പാത്തു പാത്തുണ്ട് അതിനകത്ത്. പാത്തു ഇൻസ്റ്റാഗ്രാം നമ്മള് ഇൻസ്റ്റ നമ്മളിങ്ങനെ കാണുമ്പോ ഫസ്റ്റ് നമ്മള് ഇൻസ്റ്റ കാണുമ്പോഴ് നമ്മള് റീൽസ് അല്ല നോക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ റീൽസ് കമന്റാ നോക്കുന്നത്. ആ റീൽസ് വേറെ രാജ്യത്ത് നിൽക്കുന്ന പാത്തും കാണുന്നു. ആ, ആ, ആ. പാത്തു ഇങ്ങനെ നല്ല റീൽസ് ഐ മീൻ കമന്റ് നോക്കുമ്പോ അതിന്റെ അകത്ത് ഞാൻ ഇട്ടത് കണ്ടോള് കണ്ട്. ആ. അത് ഇന്നാണോ ഞാൻ അറിയുന്നില്ല. ഇതിനകത്ത് എന്തെങ്കിലും comment ഇട്ടേ? അതിപ്പോ ഏത് റീലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കമന്റാന്ന് വെച്ചാൽ കാലം അങ്ങനെ അത് ഇവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ ജീവിച്ചു വായിച്ചു ഇഷ്ടപ്പെട്ടു ജീവിച്ചു ലൈക്ക് ഇട്ടു. ഇർഫാൻ ഇഷ്ടപ്പെട്ട പേരാണല്ലോ. ഇർഫാനാന്ന് വിചാരിച്ചിട്ടാണ് അവള് കമന്റ് കണ്ട് ഇഷ്ടപ്പെട്ടു വായിച്ചു വീഡിയോ കണ്ട് കമന്റ് ഇട്ടത് നല്ലൊരു കമന്റ് ഇഷ്ടപ്പെട്ടു. ഇർഫാൻ എന്നുള്ള പേര് കണ്ടപ്പോ ഓർഡർ റിക്വസ്റ്റ് വിട്ട് അങ്ങനെ ആയിരിക്കണം. അതാണല്ലോ ഇർഫാൻ എന്ന് പറഞ്ഞത്. ഓർമ്മത്തല്ല. അങ്ങനെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഒരു ഹൈപ്പ്. നീ ഹായ് അപ്പൊ കമന്റ് കണ്ട് കമന്റ് ഇനി ഹായ് തിരിച്ചിട്ടു. എനിക്ക് ഫസ്റ്റ് ഇങ്ങോട്ട് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജിനകത്ത് എനിക്ക് മെസ്സേജ് ഇട്ട്. അപ്പൊ ഓൺലൈൻ അത് കമന്റ് കണ്ടപ്പോ നേരെ മെസ്സഞ്ചറിന്റെ അകത്ത് ഓളെ അക്കൗണ്ട് പോയിട്ട് ഹായ് ഇട്ട് കൊടുത്തു. അങ്ങനെ എന്റെ അക്കൗണ്ട് കണ്ടപ്പോ നേരെ മെസ്സഞ്ചറിന്റെ അകത്ത് അങ്ങ് പോയി. മിക്ക നേരം എനിക്ക് മെസ്സേജ് ഇട്ട് ഫസ്റ്റ്. ഫസ്റ്റ് മെസ്സേജ് ഇട്ട് ഒരു ഹായ് ഇപ്പൊ ഇവിടെ വരെ എത്തിച്ച ഒരു ഹായ് ഇട്ട് എന്നിട്ട് അങ്ങനെ ഞങ്ങളൊരു 2.5 വർഷം അല്ലേ. ഞാൻ ഫസ്റ്റ് ഇവിടെ കാണുമ്പോ ഇവിടെ ആശുപത്രിയിൽ മറ്റേ കാക്കൂസില് ഊരിയും കുത്തി വീണിട്ട് ആശുപത്രി ഫസ്റ്റ് കണ്ടപ്പോഴല്ല ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുക മെസ്സേജ് പിന്നെ ചാറ്റ് തുടങ്ങി. അതാ ഞങ്ങൾ അറിയേണ്ടത്. കമന്റ് കൂടി കണ്ടതാണ്. അപ്പൊ അവിടെ ആദ്യം ഇങ്ങനെ ചെയ്ത് ഓക്കെ. പിന്നെ ആരാണ് ഇഷ്ടം പറഞ്ഞ് ലവ് ചിഹ്നിട്ടതോ അല്ലെ ഇഷ്ടം പറഞ്ഞതോ? ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ തമ്മിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ. മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല, മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല ഇല്ലേ. നമ്മള് കൊറേ വട്ടം ബ്ലോക്ക് ഇട്ടിട്ട് ഞാൻ പോയി. ഇത് ശരിയാവൂല, നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഇട്ടിട്ട് കൊറേ വട്ടം പോയി. എപ്പോ തള്ളി വറുക്ക ഒരു ഗ്യാപ്പ് എനിക്ക് തരൂല. ബ്ലോക്ക് ഇട്ടിട്ടില്ല. 24 hours ഹായ് കള്ളത്തരം പറയുന്നുണ്ട്. ഞാൻ ബ്ലോക്ക് ഇട്ടിട്ടില്ലേ കായ. അത് എപ്പോ നമ്മൾ അടികൂടുമ്പോ അടിപൊളിക്കില്ലേ നമ്മളെന്തിനാ അടിയുണ്ടാക്കി. അപ്പൊ അടിയുണ്ടാകുന്ന സമയത്തൊന്നും ഇഷ്ടമില്ല. രണ്ടാമത്തെ എവിടെയോ ഉണ്ട്. ഇവള് ഞാൻ ചാട്ടി ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയാവോ, ഞാൻ ഒരു ഹായ് ഇട്ടാല് ആ സ്പോട്ടില് തിരിച്ച് റിപ്ലൈ ചെയ്യും. അതാണ് ഓളെ ജോലി ഇല്ലാണ്ട് അവിടെ കുത്തിയിരുന്നേ. ഓള് കമന്റ് ഇടുമ്പോ തന്നെ തിരിച്ചു സ്പോട്ടില് ഓടി ഇതില്ലാതെ കുത്തിരിക്കുന്നേരും. എന്റെ സത്യം പറയൂ. അങ്ങനെയല്ല എന്റെ വർക്ക് എന്ന് വെച്ചാല് അക്കൗണ്ട്സ് പരമായിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഓഫീസിൽ മെസ്സേജ് കാര്യങ്ങളും ഗ്രൂപ്പിൽ മെസ്സേജ് കാര്യങ്ങളായിട്ട് ഫോൺ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും ചെയ്യണം. കാരണം ടിങ് എന്നൊരു സൗണ്ട് വന്നിട്ട് എനിക്കത് നോക്കിയിരിക്കണം. കാരണം അത് എനിക്കുള്ള മെസ്സേജ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ അപ്പൊ ഫോണൊക്കെ 24 hours ഉണ്ടാവും. 24 hours അതിപ്പോ ഫ്രണ്ട്ഷിപ്പ് വകയിൽ മെസ്സേജ് അയച്ച് ലാസ്റ്റ് ആരാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ വലിയ പ്രഷറെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ലോകി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. നീ കാലം എടുക്കാൻ പോക്കോ ചെയ്യാൻ അങ്ങനെ കാണുന്നത്. എന്നോട് ഇഷ്ടമുണ്ടോ ആദ്യം അങ്ങോട്ട് ചോദിച്ചു ഇങ്ങനെ കുറെ ചാറ്റിങ്ങൾ വന്നപ്പോ. അപ്പൊ ഞാൻ
എന്തായാലും എന്തോട് കുറത്തി അപ്പൊ നമ്പറിടണല്ലോ. ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടാൻ നീ ഇങ്ങോട്ട് ദേഷ്യമൊന്നുമില്ലല്ലോ, ദേഷ്യം അത്ര ഒന്നുമില്ലല്ലോ. എനിക്ക് ഇഷ്ടം അല്ല, അങ്ങനല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഇഷ്ടമുണ്ടോ മനസ്സിൽ ഇടുപൊട്ടി. എനിക്ക് പൊട്ടി. അപ്പൊ അതോട് പറയാം എനിക്ക് മനസ്സിലായിട്ട് പൊട്ടി. ചോദിക്കണമെങ്കിൽ ഇവിടുത്തെ കാര്യം കണ്ടിരിക്കാൻ ചോദിക്കും. അതാ പറഞ്ഞ എന്റെ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഒരിക്കലും പൊട്ടി. അങ്ങനല്ല, അഷ്ടം തന്നെയാണ്. ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല എനക്കെന്താ തോന്നുന്നു ഓള് പറഞ്ഞു എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് എന്തിഷ്ടം അറിഞ്ഞൂടാ, ഫ്രണ്ട്ഷിപ്പ് അല്ല അതിന്റെ മേലെന്തോ പേരുള്ള പിന്നെ മനസ്സിലായി. പിന്നെ അൻസ് എന്ന പേര് മനസ്സിലായി. പിന്നെ കണ്ടു അല്ല അതല്ല അല്ല എന്നിട്ട് പിന്നെ ഓള് നിന്നോട് ഇഷ്ടം പറഞ്ഞു. പിന്നെ തിരിച്ചെന്ത് പറഞ്ഞു? തിരിച്ച് എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞു. കൂടുതൽ ഇഷ്ടം തോന്നുന്നുണ്ട്, എന്ത് തരത്തിൽ ഇഷ്ടം ഒന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള ടൂണാണ് അവള് പറഞ്ഞത്. ഞാൻ നോക്കാം, പോകാൻ നോക്കാം. പിന്നെ ചാറ്റ് തുടങ്ങി. പിന്നെ അങ്ങനെ ചാറ്റ് ചെയ്ത് പിന്നെ കൊല്ലങ്ങളെല്ലാം നീങ്ങി. അതിന് കൊല്ലങ്ങൾ നീങ്ങി. പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഇത് നേരിൽ കണ്ടത്? 2.5 വർഷം കഴിഞ്ഞിട്ടല്ലേ? 2.5 വർഷം, 1.5 വർഷം. 3 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വരുന്നേ. 1.5-2 വർഷം. 1.5 അല്ലേ? നീ പോയിട്ട് 1 കൊല്ലം കഴിഞ്ഞ ശേഷമാണോ ഈ ഇത് വരുന്നത്? അപ്പൊ നാട്ടില് വന്നപ്പോ ഇനി പിന്നെ വന്ന അന്നേരം കാണുമ്പോ പോയാ? ഞാൻ വന്ന് എന്റെ കമ്പനിക്കാരൊക്കെ ഇതൊന്നും ഞാനും അറിയില്ല മക്കളെ സംഭവം. ഒരാഴ്ച കഴിഞ്ഞപ്പോ 2 കമ്പനിക്കാരെ അടുപ്പിച്ച് ഗൾഫിലേക്ക് തിരിച്ചു കയറി പോയി. പിന്നെ ന്യൂ ഇയർ വന്നു, ജനുവരി 1 ന്യൂ ഇയർ. അതുകൊണ്ട് കണ്ടിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. അപ്പൊ ഞാൻ ഒരു പ്ലാൻ ഇട്ടു ചങ്ങായിമാരോട്, നമ്മള് നേരെ കൊച്ചിയിലേക്ക് പോകുന്നു. നിങ്ങൾ നേരെ കൊച്ചിയിലേക്ക് പോകും, ഞാൻ നേരെ കൊല്ലത്തേക്ക് പോകുന്നു. സത്യം പറടാ, ഫ്രണ്ട്മാരോട് പോലും അറിയില്ല. അവർക്ക് എന്തോ ഒരു സൂചന എന്തെല്ലോ ഉണ്ട്, എന്തോ ഒരു ചുറ്റിക്കളി തോന്നുന്നുണ്ടോ എനിക്ക്, അത്രയേ ഉള്ളൂ. സത്യകാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ കൊച്ചിയിൽ ആഘോഷിച്ചിട്ട് നമുക്ക് ട്രിപ്പ് വേറെ പോകാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ മറുപടി എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്, നിങ്ങൾ വണ്ടി എടുത്തിട്ട് കൊച്ചിയിലെത്തിക്കോ, ഞാൻ കൊച്ചിയിലേക്ക് വന്നോളാം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ബുള്ളറ്റ് കൊടുത്ത്. ബുള്ളറ്റും കൊണ്ട് നിങ്ങൾ പോകണം. എത്ര മണിക്കൂറാ? ഒരു ദിവസം ഫുള്ളായിട്ട് 16 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് ബൈക്ക് കൊടുത്തിട്ട് ഓടിച്ചു പോയി. അത് ഫീലിംഗ് ഉണ്ടല്ലോ, പറഞ്ഞെടുക്കാൻ പറ്റും. അതാരാ കാണാനോ പോകുന്നേ? അങ്ങനെ ഗൾഫിൽ വന്നിട്ട് സത്യം പറഞ്ഞ എന്റെ മോനെ കാണാൻ കിട്ടിയില്ല. ഇങ്ങനെ കൂട്ടുകാരോട് പോക്ക് തണ്ടല്. അപ്പൊ അങ്ങനെ പോയതാന്ന് വിചാരിച്ച്. ഞാൻ കാണാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു ബുള്ളറ്റ്. ബുള്ളറ്റ് കൊണ്ടാ വരുള്ളൂ. ഞാൻ പറഞ്ഞു രണ്ടാമത് ഞാൻ ആഗ്രഹിക്കുന്നതാണ് നിന്നെ. അപ്പൊ എന്തായാലും നിന്നെ ഞാൻ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ വണ്ടി കൊണ്ടേ വരത്തുള്ളൂ. കാരണം അതെന്റെ ഒരു ഫീലിങ്സ് ആണ്. അങ്ങനെയാണ് ഞാൻ ബൈക്ക് കുറെ ലോങ് റൈഡ് സിംഗിൾ ആയിട്ട് പോകണം. ചെന്നൈമാരോട് ബാംഗ്ലൂർ അവിടെ ഇവിടെ എല്ലാം വണ്ടി കൊണ്ട് പോയി സിംഗിൾ റൈഡ് ഉണ്ടല്ലോ, ഞാൻ ഇതോട്ട് പോയി 16 മണിക്കൂർ പോയി. ബീച്ച് സൈഡ് കുത്തിയപ്പോ വണ്ടിയുടെ ക്ലച്ചൊക്കെ പൊട്ടി പനിയായി ഉരുട്ടി തള്ളി പിടിച്ച് ആ വർഷം കൊണ്ടുപോയി. പക്ഷെ ആ ഒരു വൈബ് അങ്ങനല്ല. കാണാനുള്ള വീട്ടില ഒരിക്കും എനക്കും അറിയണം. കാണാനുള്ള അറിയണ്ടേ? അപ്പം കണ്ട് കുറച്ച് സംസാരിച്ച് പിന്നെ വണ്ടി കൊണ്ടൊന്ന് പാർക്കിൽ പോയി. അന്നേരം കല്യാണം കഴിക്കണം അമ്മാമി പറഞ്ഞിട്ടൊന്നുമില്ല. എന്തെന്ന് വെച്ചാല് ഞാന് അവരോട് പറഞ്ഞു, ദൂരം കൂടുതലല്ലേ,
എന്താ വിഷയം ഞാൻ അവസാനം പറ്റിച്ച് എന്ന് പറയുന്നത് നമ്മുടെ സംഭവം അത് തമ്മിൽ ഇഷ്ടം ഓപ്പൺ ആക്കി പറഞ്ഞിട്ടില്ലേ നമ്മുടെ മമ്മി പിരിയാൻ പറ്റാത്ത ഉപ്പാട് പറഞ്ഞിട്ട് ആ ഉപ്പാനോട് ചോദിച്ചു ഒരു സമയത്ത് ഉപ്പാണ്ട് ചോദിച്ചിട്ട് ഉപ്പാനെ വിളിച്ചിട്ട് ഒരു ദിവസം ചോദിച്ചു വിളിച്ച് ചോദിച്ചാൽ അപ്പൊ ഉപ്പ പറ്റൂല മോനെ വേറെ വിഷയങ്ങളാണ് പക്ഷെ ഉപ്പ ഉമ്മാനോട് പറഞ്ഞു നല്ല മോനാ. നല്ല മോനെ അത് പറഞ്ഞു ഉപ്പനോട് പറഞ്ഞു മോനെ വിരോധം ഉണ്ടായിരുന്നില്ല പക്ഷെ ദൂരം പോകുന്നത് ഇവിടെ പ്രായമായിട്ടുള്ള രണ്ട് ഉമ്മയും ഉപ്പയുണ്ട് ഓലിക്കൊന്നും പെട്ടെന്ന് മോളെ കാണുന്ന വെച്ച് കഴിഞ്ഞാല് വിളിച്ചാ വിളിച്ചവർക്ക് വരാൻ പറ്റത്തില്ല പിന്നെ അവർക്കൊന്നും കാണുന്നത് അങ്ങോട്ടേക്ക് പോകാൻ അങ്ങനെ ഉപ്പ വളരെ റിജക്ട് ചെയ്തായിരുന്നു പ്രശ്നം കൊണ്ട് അവിടെ വെച്ച് റദ്ദാക്കണമെന്ന് അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ ഉമ്മ ബ്ലോക്ക് ഇടാൻ കാണും പറഞ്ഞില്ലായിരുന്നോ? ബ്ലോക്ക് ഇടാൻ ഉമ്മ ബ്ലോക്ക് ഇട്ടു. ആ അതിന്റെ ഇടയിൽ കുറച്ച് മുന്നേ ഇത് ഇച്ചങ്ങനെയൊന്നും ഞാൻ അറിയല്ലേ എന്നോട് പറഞ്ഞു ഉമ്മ ഒരു ഫ്രണ്ട് ഉണ്ട് പിന്നെ ഉമ്മ സംസാരിക്കണം നമ്മള് കോളേജിലെ കുട്ടികളൊന്നും സംസാരിക്കൂല അങ്ങനെ ഫ്രണ്ട് ഉണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ചവളോട് ജോലിയെല്ലാം ചെയ്ത് പിന്നെ അന്നേരം എന്താണ് അതിന്റെ കാര്യമെല്ലാം പറഞ്ഞ് വെച്ച് അതിന്റെ ഇതിന്റെ ഒരു കൊല്ലം മുന്നേ ആ ഒരു കൊല്ലം മുന്നേ തന്നെ ഇത് സംഭവം ഞാൻ അറിയല്ല ഒരു കൊല്ലം മുന്നേ അപ്പം പിന്നെ ഞാൻ എന്റെ മോനോട് വെച്ച് മോനെ എന്തെന്നാ ഇത് സംഭവം നിങ്ങൾ രണ്ടാളെന്തോ ലോകിയായിട്ടുണ്ടാ ഉമ്മ അങ്ങനൊന്നുമില്ല ഉമ്മ ഞാന് വല്ലതും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ എനിക്ക് എല്ലാവരോടും ഫ്രണ്ട്ഷിപ്പ് ഇല്ല ആരെ കണ്ടാലും നല്ല ഫ്രണ്ട്ഷിപ്പും ലോകിയും തന്നെയാണ് വേറെ ഒരു ചിന്തയും മനസ്സിലില്ല ഓക്കെ എന്നാല് പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു മോനെ പിന്നെ നിങ്ങൾ എന്നാൽ ഇങ്ങനെ അധികം ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടണ്ട ഇവിടെ ഓളെ വിളിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു മോളെ പിന്നെ അപ്പൊ ഞാൻ അവളോട് അതിന്റെ ഇടയിൽ ചോദിച്ചു എടീക്കെന്താ ഞാൻ മോളെ കല്യാണം കഴിക്കുന്നോട് ചോദിച്ചു നോക്കി ഞാൻ പിന്നെ അതൊന്നും പറ്റത്തില്ല ഉമ്മ പിന്നെ എന്റെ ഇക്കാകാരൻ എന്റെ അൻസിക്ക എന്റെ ഉപ്പാണ്ട് വിളിച്ച് ചോദിച്ചിട്ട് പിന്നെ പക്ഷെ ഉപ്പ ദൂരെ ആയിട്ട് നിൽക്കൂലെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നാ പിന്നെ നിങ്ങള് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നാ പിന്നെ എന്റെ മോനുമായിട്ട് അപ്പൊ എവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു രണ്ടാളും അവിടെ വെച്ച് അവസാനിപ്പിക്കണം വെറുതെ ഫ്രണ്ട്ഷിപ്പിന്റെ മോൾ ഇങ്ങനെ ആണും പെണ്ണും സംസാരിച്ചു പോക്ക് ശരിയില്ലല്ലോ ആ ഉമ്മ ഓളും പറഞ്ഞു ഓ ഓക്കെ ഉമ്മ എന്നും പറഞ്ഞു എന്റെ മോനും പറഞ്ഞു ഓ ഓക്കെ ഉമ്മ പിന്നെ അവിടെ നോക്കേനാ പിന്നെ ഇപ്പം ഇവിടെ വന്നേരല്ല ഞാൻ അറിയുന്നത് ഉമ്മ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു ഉമ്മാനെ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത് ഇക്കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് അറിയണേ ഇതൊന്നും ഞാൻ അറിയാൻ നോക്കണേ ഉമ്മാടെ നമ്പർ എനിക്ക് തന്നെ അപ്പൊ എന്താ ഉമ്മാടെ നമ്പർ അടിച്ചു നോക്കിയിട്ട് നമ്പർ കിട്ടുന്നില്ല ഉമ്മ ബ്ലോക്ക് ലിസ്റ്റ് കിടക്കുക ആ ഞാൻ ബ്ലോക്ക് ആക്കിയേ ഞാൻ ഇവിടെ നല്ലതാ പറഞ്ഞ അങ്ങനെ എന്റെ കൂടി കുഞ്ഞു മക്കളെ പിന്നെ കാണുവാൻ പോയില്ല കാണാൻ പോയി പിന്നെ ഞാൻ ഓൾറെഡി ഓപ്പറേറ്റിംഗ് സംസാരിച്ചു ഇങ്ങനെ ചതിച്ച് ഉറപ്പാണ് പറഞ്ഞു ചതിച്ചു ചതിച്ചെന്ന് പറയുന്നത് എന്റെ വാപ്പാനോട് ചോദിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണല്ലോ കാണണം നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു നമ്മൾ നേരിട്ട് കണ്ടു ഇനി ഇവിടെ വെച്ചിട്ട് അപ്പൊ പാട്ട് സഹിക്കുന്നത് അവിടെ വെച്ച് അവസാനിപ്പിക്കണം ഗൾഫിൽ വന്ന പാട് കാണാൻ പോയി അവിടെ വെച്ച് കണ്ട് നമ്മ കണ്ട് ഓക്കെ അത് കഴിഞ്ഞ് പോയി അല്ലേ ഇവിടെ വെച്ച് പിരിയണം ഇനി പറഞ്ഞോളോട് കാണാൻ വേണ്ടി ഫസ്റ്റ് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് നേരത്തെ അത്രയും നാളൊന്നും നല്ല രീതിയില് ഭയങ്കരമായിട്ട് കാണാൻ പോയാലും പറഞ്ഞു നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കാം നമ്മൾ നേരിലൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു നേരിൽ കണ്ട് ഓക്കെ എന്നെല്ലാം പറഞ്ഞു എന്റെ മോൻ പിരിഞ്ഞു പോന്നാ അപ്പൊ ചങ്ക് പാത്തുകൊണ്ട് ചങ്കങ്ങ് പൊട്ടി ഞാനെന്ത് പറഞ്ഞേ പാത്തുവാ എന്താ ഉറക്കെ പറഞ്ഞില്ല ചങ്ക് പൊട്ടിപ്പോയി എനിക്ക് നാട്ടിൽ വന്നു പിന്നെ ഫോണ് വിളിച്ചിട്ടാണ് ബാക്കി അപ്പൊ ഇതൊന്നും ഞാനറിയല്ലേ നിങ്ങള് കേൾക്ക് വേറെ ഇതൊന്നും ഞാനറിയല്ലേ ഇവര് പോയതോ കാണാൻ പോയതോ ചങ്ക് പൊട്ടിയോ സ്നേഹിച്ചതോ പച്ചാൻ സാധ്യത ഞാനൊന്നും അറിയില്ല അവരുടെ മക്കളെ ഞാനിവിടെ എന്റെ മോൻ വന്ന് അല്ല ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ദിക്കറുകൾ ചെല്ലിയിട്ട് വാതിൽ കട്ടിന്റെ മുന്നിൽ നിന്നിട്ട് അള്ളാണ് ദ്വാ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നത് അതുപോലെ തന്നെ എന്റെ മോൻ നാട്ടിൽ വന്ന് പിന്നെ അള്ളാണ് പറഞ്ഞതുപോലെ തന്നെ 4-ന്റെ അന്ന് പയ്യോളിൽ ഒരു പെണ്ണ് കണ്ട് മുട്ടായെല്ലാം പീടിയെല്ലാം ഏൽപ്പിച്ച് പൈസ അല്ല പൈസ മുട്ടായെല്ലാം കൊടുത്ത് പിന്നെ കാണാൻ വേണ്ടി നിൽക്കുന്നേരം എവള് അല്ല പിന്നെ അതെല്ലാം ചാറ്റ് ചെയ്ത് ഞാൻ കാണാൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നോക്കിയാ നമ്മള് കാണാൻ പോയിക്കുന്നല്ല അത് ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോവാന്നൊക്കെ പറഞ്ഞു പെണ്ണ് കാണാൻ പോയവരെയല്ലോ ഇനി അല്ല ആടെ വെച്ച് പിരിഞ്ഞില്ലേ നിങ്ങള് അങ്ങനെ കൊല്ലത്തുനിന്ന് പിന്നെ ഇനി ഓനോട് ചാറ്റ് ചെയ്തേനോ അതിന് മുന്നേ അല്ലേ പെണ്ണാൻ പോയത് അല്ലേ പെണ്ണാണോ നിങ്ങൾക്ക് ഗൾഫിൽ വന്നതിന്റെ പിറ്റേന്നല്ലേ 3-ന്റെ അന്നേരം നിങ്ങൾ പിന്നെ പിറ്റേന്ന് ഞാൻ കാണാൻ വന്നേ പെണ്ണാണോ പോയത് പിന്നെ പെണ്ണാൻ പോയി അല്ല അപ്പണ്ണിനടി ഒരു പെണ്ണിനെ എന്റെ അമ്മ വന്ന് കാണാൻ പോയിക്കൊള്ളു അപ്പൊ പെണ്ണ് കണ്ടതിന് ശേഷം
എല്ലാം അങ്ങനെയല്ല പോട്ടെ. പിന്നെ അങ്ങനെ പെണ്ണ് കാണാൻ പോയി. പിന്നെ പെണ്ണെല്ലാം ഉറപ്പിച്ച് അങ്ങനെ അത് പിന്നെ ആരോ ന്യൂസ് ഇവനെ കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ന്യൂസ് കൊടുത്ത് അങ്ങനെ പിന്നെ എന്നോട് എന്റെ മോൻ പറഞ്ഞു ഉമ്മ മുട്ടായി എല്ലാം പോട്ടെ, എന്റെ പണ്ടത്തെ പാത്തുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത വിഷമത്തിൽ കരയുന്നു, തിന്നുന്നില്ല കുടിക്കുന്നില്ല, ഉമ്മ എന്തായാലും അങ്ങനെ പോളിയാൻ പാടും. പിന്നെ ഞാനൊന്നും നോക്കിക്കില്ല, മുട്ടായിന്റെ പൈസ പോയാലും സാരയില്ല, എന്റെ മോൻ എന്റെ മോളെ തന്നെ കട്ട സപ്പോർട്ട്. ഇതിൽ വലുത് എനിക്ക് വേറെന്ത് വേണം? പൈസ എല്ലാം പോട്ടെ മോനെ, സ്നേഹിച്ച പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ വേറെ ലെവലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. 4ന്റെ അന്നേന് പിന്നെ അങ്ങ് പുതുപോലുണ്ട്, ഉപ്പയും ഉമ്മയും പുതുപോലൊക്കെ അറിയാലോ. അതെല്ലാം പുതുപോലുണ്ട്, അങ്ങ് ദൂരെയായിട്ട് അവൾക്ക് മോനെ ഇഷ്ടപ്പെടത്തല്ല. അങ്ങനെ എല്ലാം കൂടി പുതുപോലായി. അവള് തിന്നുന്നില്ല കുടിക്കുന്നില്ല. അവസാനം ഉപ്പാക്കും ഉമ്മാക്കും രക്ഷയില്ല. പിന്നെ ദൂരമൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ചടപടാന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് വന്ന് കാനോത്ത് നടത്തി 10 ദിവസം കൂടി ഞങ്ങൾ കല്യാണം കഴിച്ചു. അത് നമ്മളെ കഴിഞ്ഞ വീഡിയോസിലുണ്ടായിരുന്നു, എല്ലാം പോയി. കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഞങ്ങളെ കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ് അവര് വീട്ടിൽ ഇവിടെ എത്തിയത്. കൊല്ലം ജില്ലയിൽ വരാൻ കാരണം ഇപ്പൊ മാഷാ അല്ലാഹ് എന്റെ ഓടിച്ച് ഞാൻ എപ്പോ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുവേ എന്റെ കൂടെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഇങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് വരുന്ന മോൻ്റോടായിരിക്കണം. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന് ദിക്റും സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇപ്പൊ എന്റെ അമ്മ പുറത്ത് ഇപ്പൊ ഞാള് രണ്ടോളൊക്കെ കെട്ടായില്ലേ. അങ്ങനെ മാഷാ അല്ലാഹ് നിങ്ങള് ഇനി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ പ്രാമക്കാർ നമ്മൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരണം വരെ ഇനി ഇവര് മരണം വരെ സന്തോഷത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ഇവര് എന്നിൽ നിന്ന് ഒരു വിഷമം എനിക്ക് ഉണ്ടാവില്ല. പിന്നെ അവര് ഐക്യത്തിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യുന്നത്. അവരെ സന്തോഷമാണ് എന്റെ സന്തോഷമല്ലേ. അതുകൊണ്ട് മാഷാ അല്ലാഹ് ഇവിടെ വരെ ഓക്കെ. എന്നാ ഇതാണ് കഥ. ഞങ്ങൾ ഒറിജിനൽ പച്ചയായിട്ടുള്ള കഥ ഞങ്ങളോട് പറഞ്ഞതിൽ ഒരു പൂരിപ്പിക്കലും ഇല്ല, ഒരു കൂട്ടലും ഇല്ല, കൂട്ടിയിടലും ഇല്ല, പൂരിപ്പിക്കലും ഇല്ല, കൂട്ടിയിടലും ഇല്ല, ഒന്നുമില്ല. അതായത് മസാല ഇല്ലാത്തുണ്ടാക്കിട്ട് അങ്ങനൊന്നുമില്ല. മക്കളെ കുറെ മിനിറ്റ് ആയി പോയി. എന്നാ ഓക്കെ മക്കളെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, അതെല്ലാം കേട്ട സ്ഥിതി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ബട്ടൺ അടിക്കൂ, ബെൽ ബട്ടൺ അടിക്കൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു, ബൈ ബൈ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും